ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ VN വ്ളോഗ്സ്. അങ്ങനെ മൂന്നാർ യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മളിനി പോകുന്നത് കുളക്കുമലയിലേക്കാണ് കേട്ടോ. കുളക്കുമലയിലേക്കുള്ള ജീപ്പ് സഫാരിയും അത് കുളക്കുമലയിലെ ഉള്ള കാഴ്ചയും വിശേഷങ്ങളുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ട്രിപ്പിൽ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഒരു ടീ ഫാക്ടറിയിലേക്കാണ്. അവിടെ പോയി നമുക്ക് തേയിലൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങളും 2 പാക്കറ്റ് തേയിലൊക്കെ വാങ്ങിച്ചു. ചായയിലൊക്കെ നല്ല സൂപ്പർ ചായ തന്നെയായിരുന്നു. നല്ല ടേസ്റ്റുള്ള ചായയൊക്കെ നമുക്ക് കിട്ടും. ഇതാണ് കേട്ടോ ആ തേയില. 1 കിലോയ്ക്ക് 200 രൂപയാണ് തേയിലയ്ക്ക് ചാർജ് വന്നത്. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ കൗതുകത്തോടെ ചോദിച്ചു, തിരിച്ച് അവിടെ നിന്നും ഒരു ജീപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ സൈഡ് കൊടുത്ത് പോകുന്നത്? കാരണം അത്രയ്ക്കും ഇടുങ്ങിയതും ചെറിയ റോട്ടിൽ കൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ, അത് വളരെ സിമ്പിളായിട്ടൊക്കെ തന്നെ വണ്ടിയൊക്കെ സൈഡൊക്കെ കൊടുത്തു. അതുപോലെ ഇനിയും ഇതുപോലെ തന്നെ ഇടുങ്ങിയ റോഡുകളൊക്കെ മുകളിലുണ്ട്. അവിടെയും ജീപ്പ് വരുമ്പോൾ വളരെ റിവേഴ്സ് എടുത്തും വളരെ ഒതുക്കിയൊക്കെയാണ് അവരങ്ങനെ സൈഡ് കൊടുത്ത് പോകുന്നത് കേട്ടോ. പിന്നൊക്കെ അങ്ങോട്ട് പോകുന്തോറും റോഡിൻ്റെ ഒക്കെ കുറച്ചുകൂടി ഭീകരാവസ്ഥയിലേക്കൊക്കെ വന്നിട്ടാണ്. അത് തന്നെയാണല്ലോ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ലക്ഷ്യം. പിന്നെ മുകളിലേക്ക് പോകുന്തോറും കൂടുതൽ ഫോഗൊക്കെ നിറഞ്ഞ് അതിമനോഹരമായി തന്നെ നമ്മുടെ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ദൂരം പോയപ്പോഴാണ് അവിടെ ഒരു ജീപ്പ് കേടായി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ജീപ്പിനെ സഹായിക്കാൻ വേണ്ടി മറ്റൊരു ജീപ്പിലാണ് ആ വണ്ടിയുടെ സ്പെയർ പാർട്സൊക്കെ കൊണ്ട് വന്നത് കേട്ടോ. ഇവിടേക്ക് ജീപ്പല്ലാതെ മറ്റൊരു വണ്ടിയും ഇങ്ങോട്ടേക്ക് വരില്ല. വരികയാണെങ്കിൽ ഒരു ട്രാക്ടറുകൾക്ക് മാത്രമേ വരും പറ്റുള്ളൂ. അപ്പം അങ്ങനെ അതും കണ്ട് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി. പിന്നെ ഈ വഴിക്ക് തന്നെയാണ് കേട്ടോ മറ്റേ ജാഗോർ മൗണ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതാണ് ഇപ്പോൾ ഞങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് താഴേക്കൊന്നും ഇറങ്ങിയില്ല. അതൊന്നും ഞങ്ങൾക്ക് ജാഗോർ മൗണ്ടൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നല്ല റിസ്ക് ആയിട്ടുള്ള ഒരു വഴി തന്നെയാണ് അവിടെ നടന്നു പോകാന്നുള്ളത് കേട്ടോ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാലും ഇവിടെ നിന്ന് മനോഹരമായി തന്നെയുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നല്ല വ്യൂ പോയിന്റ് തന്നെയാണ് ഇപ്പോൾ ഇതുള്ളത്. ആകാശം ഭൂമി മുട്ടി നിൽക്കണം. ആകാശം ഭൂമി മുട്ടി നിൽക്കണം. അതെ, ജീവിതത്തിൽ പിന്നെ ഇവിടെ നിന്നും വീണ്ടും മുന്നോട്ട് പോയാൽ മാത്രമേ ആ ജാഗോർ മൗണ്ടൈൻ്റെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഹൈ റിസ്ക് ആയതുകൊണ്ട്, ഹൈ റിസ്ക് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഹൈ റിസ്ക് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊക്കെയുള്ള യാത്ര വേണ്ടെന്ന് വെച്ചു. വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടേ ഈ വഴിയിലൂടെയൊക്കെ ട്രിപ്പ് നടത്തുന്ന ജീപ്പുകൾക്കൊക്കെ ധാരാളം മെയിൻ്റനൻസ് വരും കേട്ടോ. ടയറുകളൊക്കെ തന്നെ ഒരു 6000-7000 കിലോമീറ്ററൊക്കെ ടയറുകൾക്ക് കിട്ടുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ വണ്ടിക്ക് നല്ല മെയിൻ്റനൻസും വരും. സ്റ്റിയറിംഗ് ബോക്സ് അതുപോലെ തന്നെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഒക്കെ വരുന്നതാണ് അവർ പറഞ്ഞത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ജീപ്പിൻ്റെ ഡ്രൈവറായിരുന്ന കണ്ണേട്ടൻ. ഞാൻ ആളുടെ നമ്പർ ഞാൻ തരാം. അപ്പോൾ യാത്ര പോകുന്നവരുണ്ടെങ്കിൽ അയാളെ പേഴ്സണായിട്ട് വിളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കൊരു ഉപകാരമാവും. ജാഗ്വാർ പിന്നെ ഈ കുളക്കുമലയുടെ മുകളിലൊക്കെ ഒരുപാട് തോട്ടം തൊഴിലാളികളും ഒക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. അവർ വീടൊക്കെ വെച്ച് താമസിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവർക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രക്കിങ് തുടങ്ങിയില്ലേ, അവിടെ തന്നെ ചെറിയൊരു ക്ലിനിക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികളൊന്നും വീടുകളിൽ ഡെയിലി വന്ന് പോകുന്നില്ല കേട്ടോ. അവരൊക്കെ സ്കൂളുകളിൽ തന്നെ ഹോസ്റ്റലിലോ ഒക്കെയാണ് താമസിക്കുന്നത് കേട്ടോ. ഈ അറിവൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയേ? ഇതൊക്കെ ഞാൻ കണ്ണാട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് കേട്ടോ. മറ്റേ CID മൂസയിൽ ഹരിശേഷകനോട് ജഗതി ചോദിക്കുന്നുണ്ടല്ലോ ഈ അറിവൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന്. അപ്പോൾ പറയുന്നില്ലേ ഇതൊക്കെ പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതെന്ന് പറയുന്നുണ്ടല്ലോ. അതേപോലെ ഇതൊക്കെ ഞാൻ കണ്ണാട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ അറിവുകളാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു മഞ്ഞ നിറത്തിലുള്ള പൂക്കളൊക്കെ കിട്ടും കേട്ടോ. ഞങ്ങൾ വണ്ടി നിർത്തി നോക്കിയപ്പോൾ ഇത് ഊട്ടിയിലൊക്കെ കിട്ടുന്ന ഒരു പൂവാണ് അതരാ. അപ്പോൾ ഊട്ടി പൂവെന്നാണ് ഞങ്ങളത് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളത് കുറേ പറിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നോക്കാം അത് പിടിക്കുമെന്നുള്ളത് അറിയില്ല. ഞങ്ങളുടെ ബിജുവേട്ടൻ അത് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആൾക്ക് ഇതിൻ്റെയൊക്കെ വളരെ ക്രേസുള്ള ഒരാളാണ്. ആൾ മൂന്നാറിനൊക്കെ ഒരുപാട് ഇതുപോലെ കളക്ഷൻസൊക്കെ എടുത്ത് ആളുടെ വീട്ടിൽ കൊണ്ടുപോയി നട്ടു വളർത്തിയിട്ടുണ്ട് കേട്ടോ. ജിൻസേട്ടൻ എന്നും എവിടെയും സാഹസികമാണ്. ഊട്ടിപ്പൂവ്, ഇതാണ് ഊട്ടിപ്പൂവ്. അത് വേറെ വേറെ ഇത് ഇതുള്ളപ്പോ അത് നടക്കുന്ന വഴി ഒരാൾ സുഖമില്ല, അത്രയും സീരിയസ് ആണെങ്കിൽ ആൾ മരിച്ചുകൂടി അവർ തെളിമിക്കില്ല. അതിന് ഞാൻ പറഞ്ഞു ഉൾക്കുമലേ അങ്ങനെ ഞങ്ങൾ കുളക്കുമലയുടെ ടോപ്പിലെത്തിയിട്ടാണ്. ഇവിടെ വരെ ജീപ്പിനെ വരാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് മുകളിലേക്ക് നടന്ന് കയറണം. ഗൈസ്, മഴ ചതിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ കുളക്കുമല കയറിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊന്നും വകവയ്ക്കാതെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മഴയൊന്നൊരു പ്രശ്നമല്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഫോഗൊക്കെ മാറി കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി വിഷ്വൽസ് ഒക്കെ കിട്ടും. പോയി നോക്കാം എന്താവുന്ന്. എവിടേക്കാണോ ഇതൊരു പാർക്കിംഗ് ഏരിയ. മുകളിലാണ്. നൈറ്റ് തീ കായാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? താഴെ ഒന്നും കാണുന്നില്ല. ഫോഗ് പിടിച്ച് നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട് കേട്ടോ. ഒന്നുമേ കാണാൻ വ്യൂ പോയിന്റ് ആണ് നമ്മുടെ. പക്ഷെ നമുക്ക് ഇന്ന് കോട കാരണം ഒന്നും കാണുന്നില്ല. ഏറ്റവും ടോപ്പിലാണ് നമ്മള്. $22,500 അടി താഴെ ആണ്. താഴത്ത് കാണാൻ നമുക്ക് യോഗമല്ല. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഫോഗ് വരും, അതുപോലെ തന്നെ അത് കാറ്റത്ത് മാറി വീണ്ടും ഫോഗ് ഇല്ലാത്തൊരു ക്ലൈമറ്റൊക്കെ ആവും. അതുപോലെ മഴ. ഞങ്ങൾ ചെന്നപ്പോൾ ആകെ ഫോഗ് പിടിച്ച് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും താഴേക്ക് ഓടി ഇറങ്ങി. അതിന് ശേഷം മഴ മാറിയപ്പോൾ ഫോഗൊക്കെ മാറി. അപ്പോൾ ഞങ്ങൾ വീണ്ടും രണ്ടാമത് ഇതിന് ടോപ്പിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വ്യൂസൊക്കെ കുറച്ചും കൂടിയും ലോങ് വ്യൂസൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആകെ ഇപ്പോൾ ഈ ഒരു ചെറിയൊരു ഹോട്ടലേ ഉള്ളൂ. അത് ഒന്നും കൂടിയും നന്നാക്കി ഡെവലപ്പ് ചെയ്ത് പണിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ അധികം ഹെവി ഫുഡ്സൊന്നും കിട്ടില്ല. ഹെവി ഫുഡൊന്നുമില്ല, ലഘുഭക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ ബ്രെഡ് റോസ്റ്റ്,
അതുപോലെ തന്നെ ബ്രെഡ് ഓംലേറ്റ്, അതുപോലെ നൂഡിൽസ്, അങ്ങനത്തെ ചെറിയ ഐറ്റംസൊക്കെ ഉള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ മഴ പെയ്തപ്പോൾ താഴെ വന്ന് ഞങ്ങളൊരു ബ്രെഡ് ഓംലേറ്റാണ് ഞങ്ങൾ കഴിച്ചേട്ടാ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മാറി, നല്ല തെളിഞ്ഞ കാലാവസ്ഥയായി. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടി തോന്നി ഒന്നും കൂടി മുകളിലൊക്കെ പോയി ഒന്നും കൂടി ലോങ് വ്യൂസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കാണണം എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ രണ്ടാമതും മുകളിലേക്ക് കയറി പോകുന്നില്ല കേട്ടോ. ഹായ്, അങ്ങനെ നമ്മൾ മഴ കാരണം കൊണ്ട് നമുക്കൊന്നും ക്ലിയർ ആയിരുന്നില്ല, ഒക്കെ ഫോഗായിരുന്നു. ഇപ്പം നമ്മൾ മഴ പെയ്ത് ഫോഗൊക്കെ മാറി. അപ്പോൾ നമ്മൾ രണ്ടാമത് വീണ്ടും മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ആഴ്ച അവിടെ നിന്നിട്ട് കാണാം കേട്ടോ. വീഡിയോസൊക്കെ വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ് പോണത്. അങ്ങോട്ട് ഇനി ചെല്ലുമ്പോൾ ഇനി എന്താണെന്നുള്ള അവസ്ഥ അറിയില്ല. ഇപ്പോൾ വെയിൽ വന്നൂടെ. അപ്പോൾ നമ്മൾ രണ്ടാമത് വീണ്ടും അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് കേട്ടോ. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഇപ്പോൾ കണ്ട, ഇപ്പോൾ ഇവിടുത്തെ ഫോഗൊക്കെ പോയി ഒരു ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ പോയിട്ട് ക്ലിയർ കാണാം. വീണ്ടും ഫോഗ് തന്നെയാണ്. നമുക്ക് കുറച്ചല്ലോ, നമുക്ക് എന്തെങ്കിലും കയറ്റി വരാം. നേരത്തെ കണ്ട സാധനം നല്ലത്. കാല് വലിക്കല്ലേ താഴെ 2 കുറ്റിയുണ്ട്. നമ്മന്ന വഴിയാണോ അത്? നേരത്തെ ഒന്നും കണ്ടായില്ലേ? ഇതൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ഉണ്ടല്ലോ പിടിച്ച കിട്ടില്ല. വീണ് കഴിഞ്ഞാ പിന്നെ കാറ്റാണ് അവിടുത്തെ ഫോഗുണ്ട് ആദ്യം വരുന്നുണ്ട്. പാവക്കം പോയിട്ടോ, അവിടെ തീർന്നു. കിട്ടാനില്ല. മനസ്സിൽ വിചാരിച്ച് പൂവ് മരി ഒരു എല്ലും കഷ്ണം. പക്ഷെ ഇവിടെ കിട്ടും. അല്ല, ഇവിടെ കുറെ കുറ്റിച്ചെടിയുള്ള കാരണം അത് തടഞ്ഞു വെക്കും. താഴ്ത്തിയെത്തില്ല, പക്ഷെ അവിടെ നിന്ന് പോയി ഇവിടെ നിന്ന് എത്തില്ല. സുഭാഷേ അങ്ങോട്ട് പോണ്ടാ, മതി. ഈ പറഞ്ഞ കഥ തിരിച്ചാവരുതേ. ഒരു എല്ലും കഷ്ണം വേണ്ട വേണ്ട, അവിടെ നിന്നാ മതി, എത്രയും മതി. താഴ്ത്തിക്ക് പോണ്ട, പിന്നെ ജീവിതത്തിൽ ഉറക്കം വരില്ല. ഒരാൾ നഷ്ടപ്പെട്ടാലേ ജീവിതം സംഖ്യല്ലേ, അതാ ജീവിക്കാൻ പറ്റില്ല. മഴ പെയ്തിട്ട് വെയിൽ വന്നപ്പോൾ ഫോഗ് മാറുന്നുണ്ട്. വെയിലൊന്നും എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഇത് തീയിടണ്ടേ ഇവിടെ തന്നെ ആയിരിക്കും എന്നറിയോ, വിറകിന് വേണ്ടിട്ടേ. അല്ല, ഇത് തൊഴിലാളിക്ക് വിറക് കൊണ്ടുപോല, അതിനായിരിക്കണം എന്നറിയോ. അല്ലാണ്ട് ഇതുപോലെ തീ പിടിക്കോ ചുറ്റും? അതാ മൊത്തം അത് ഇവർ തന്നെ ആയിരിക്കും. തീയിടുന്നതിനെന്നറിയോ, വ്യൂ കിട്ടാനാ. ഏത് ഇതൊക്കെ ഉണങ്ങി പോയ പിന്നെ എന്താ താഴ്ത്തി അടിച്ചു പോലി വേരുമ്പോൾ തടഞ്ഞു നിർത്തുന്നത്. അത് പിന്നെ വരടാ. പിന്നെ അതായത് ഇങ്ങനെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റില്ലല്ലോ. ഇത് കിട്ടിഞ്ഞു പോവാതിരിക്കുന്നതിന്റെ പേര്. ഇവിടെ ഒരു എക്കോ പോയിന്റ് ഉണ്ട് കേട്ടോ, അതേ സൗണ്ട് കേൾക്കാം. അങ്ങനെ എൻ്റെ ഈ കുളുക്കുമലയുടെ ജീപ്പ് സഫാരിയുടെ ഓഫ് റോഡ് റൈഡിൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരോടും നന്ദി. ഞാൻ പിടിച്ചോളാം. അതല്ല, ഇത് ക്ലിയർ ആവട്ടെ. പോണ്ട്